നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സംസ്ഥാനത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന. ഇപ്പോൾ ഒരു വലിയ സമരത്തിലേക്ക് സംസ്ഥാനം കേന്ദ്രത്തിനെതിരെ നീങ്ങാനുള്ള പുറപ്പാടിലാണ്. ആ അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടെത്തിച്ചത് കേന്ദ്രമാണ് എന്നുള്ളതാണ്. ആ വിഷയം ചർച്ച ചെയ്യുന്നതിന് നമ്മളോടൊപ്പം ഉള്ളത് സ്വതന്ത്ര മാധ്യമപ്രവർത്തകനായിട്ടുള്ള VKR മോഹനാണ്. അദ്ദേഹത്തോട് സംസാരിക്കാം. നമസ്കാരം സാറേ, നമ്മുടെ ഈ വിഷയത്തിൽ ശരിയായിട്ടും സംസ്ഥാനത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയല്ലേ? ഈ അവഗണനയുടെ ഭാരം നമ്മൾ ജനങ്ങളെല്ലാം ഓരോരുത്തരും ഏൽക്കേണ്ടി വരില്ലേ? CPM ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരോടുള്ള വിരോധം തീർക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണോ? അവരോട് BJP വോട്ട് ചെയ്ത ജനങ്ങൾ ഇവിടെ ഇല്ലേ? അപ്പൊ അവരും ഈ ഭാരം ചുമക്കുന്നില്ലേ? സാർ, താങ്കൾ പറഞ്ഞത് നമുക്ക് കിട്ടുന്ന കേന്ദ്ര വിഹിതത്തെ മാത്രം മാനദണ്ഡമാക്കിയാണ് പറയുന്നതെങ്കിൽ 100% ശരിയാണ്. മറ്റു പല സംസ്ഥാനങ്ങളെക്കാൾ കുറഞ്ഞ അളവിലുള്ള പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത്. മറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഈ കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞ വിഷയം കാലാകാലങ്ങളിലായി നമ്മളിവിടെ തുറന്നുകൊണ്ടിരുന്നു. കാലാകാലങ്ങളിലായി കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്ന കാലത്തും പിന്നീട് വന്ന ജനതാ പാർട്ടി ഭരിച്ചിരുന്ന കാലത്തും എല്ലാം ഇത് തുടരുകയാണ്. ഇവിടെ രണ്ടാമത്തെ കാര്യം, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത്ര പരിതാപകരമാണോ? ഇവിടെ ആദിവാസികൾക്ക് കുടിൽ കെട്ടാൻ, അല്ലെ വീട് നഷ്ടപ്പെട്ടവന് ഉരുൾപൊട്ടലിൽ കുടിൽ നഷ്ടപ്പെടുന്നതിന് ഒരു 10 ലക്ഷം രൂപ വേണം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒന്നുമില്ല, അത് തന്നില്ലെങ്കിൽ ഇവരുടെ പരിപാടി നടക്കുകയില്ല എന്ന് പറയുമ്പോൾ അത് പരിശോധിക്കുന്ന കേന്ദ്രമന്ത്രി, അത് ഗഡ്കരി ആകട്ടെ ആരുമാകട്ടെ, കേന്ദ്രമന്ത്രി ഇന്ന് പത്രമെടുത്ത് വായിക്കുകയാണ്, PSC ചെയർമാൻ ഉൾപ്പെടെയുള്ള മെമ്പർമാരുടെ ശമ്പളം ലക്ഷക്കണക്കിന് വർദ്ധിപ്പിച്ചിരിക്കുന്നു. KV തോമസിന്റെ കേന്ദ്രം അവിടെ യാത്രാവിത്ത 12 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. കോടതിയിൽ സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന പ്ലീഡർമാരുടെ ലക്ഷക്കണക്കിന് വർദ്ധിച്ചിരിക്കുന്നു. ഈ വാർത്ത വായിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ്, അല്ലെ സെൻസിബിൾ ആയിട്ടുള്ള ബോധമുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റിന് ഇത് വായിക്കുമ്പോൾ എങ്ങനെ പരിഗണിക്കും? ഇത് നമ്മുടെ ആവശ്യത്തെ എങ്ങനെ പരിഗണിക്കും? നമ്മുടെ ഇല്ലായ്മയെ എങ്ങനെ കണ്ടെത്തുവർ? അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ അടുത്ത് വന്ന് പോകുന്നു, രാവിലെ യാതൊരു മാർഗവും ഇല്ല, പിള്ളേരെ പള്ളിക്കൂടത്തിലുള്ള മാർഗമില്ല, കാശ് വേണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരാൾക്ക് കുറച്ച് കാശ് കൊടുക്കുന്നു, അല്ലെ വേറെ 1-2 പേര് കൊടുക്കുന്നു. അന്ന് വൈകുന്നേരം നമ്മൾ വരുന്ന വഴിക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന നമ്മളിൽ നിന്നും പൈസ മേടിച്ചവനെ കണ്ടാൽ എന്നാ തോന്നും? പിറ്റേ ദിവസം വന്നാൽ ആ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വരികയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മേളകളും ഓരോ പരിപാടികൾ നടത്തുന്ന രീതിയിൽ ധനകാര്യ മാനേജ്മെന്റിന്റെ ധൂർത്ത് നമ്മളെക്കാൾ നന്നായിട്ട് കേന്ദ്രത്തിന് അറിയാം. അതിന്റെ അർത്ഥം കേന്ദ്രത്തിന് ഇഷ്ടമുള്ള സംസ്ഥാനങ്ങൾ ധൂർത്ത് നടത്തിയാലും കൊടുക്കും. കേന്ദ്രത്തിന് ഇഷ്ടമുള്ള സംസ്ഥാനങ്ങൾ മധ്യപ്രദേശോ രാജസ്ഥാനോ എന്ത് ധൂർത്ത് നടത്തിയാലും കേന്ദ്രം പൈസ കൊടുക്കും. ഇവിടെ രാഷ്ട്രീയമായി 2 തട്ടി നിൽക്കുന്നവരാണ്. തരാതിരിക്കാനുള്ള മാർഗമാണ് കേന്ദ്രം അന്വേഷിക്കുന്നത്, രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട്. പക്ഷെ അത് ചോദിക്കണമെങ്കിൽ, അത് പോരാടണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഒരു ധാർമ്മികത ഇല്ലാതില്ലേ എന്നെനിക്കൊരു സംശയം. ഇപ്പൊ ഒഡീഷ, ത്രിപുര, ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ തെലങ്കാന, നാഗാലാൻഡ്, ഇവർക്ക് 5 പേർക്കാണ് ഇപ്പൊ രണ്ടാമത് അവര് പ്രകൃതിക്ഷോഭത്തിന്റെ പേരിൽ 1554 കോടി അനുവദിച്ചിരിക്കുന്നത്. ഇങ്ങനെ അനുവദിക്കുമ്പോൾ കേരളമല്ലേ ഈ പ്രകൃതിക്ഷോഭത്തിൽ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകയും വലിയ ദുരന്തം നേരിടുകയും ചെയ്തത്? കേരളത്തിനെ അവഗണിച്ചുകൊണ്ട് ഇത്തരം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുക, അതിൽ 4 BJPയുടെ ആവുക എന്ന് പറയുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ കേന്ദ്രം പക്ഷപാതപരമായും ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതിനെ എതിർക്കേണ്ട ആവശ്യമുണ്ട്. ആ എതിർപ്പിന് നമ്മുടെ ഭാഗത്തിൽ ധാർമ്മിക ശക്തിയില്ല. ധാർമ്മികമായി നമ്മുടെ കഴിവിന് ആ ഒരു ശക്തി ഇല്ലാത്തതാണ് പ്രശ്നം. നമുക്ക് കേന്ദ്രത്തോട് എന്താ നമുക്ക് പറയാൻ പറ്റുന്ന ഏത് മന്ത്രിസഭയുണ്ട്? ഇവിടെ നിങ്ങൾ ഒരു കാര്യം, 40% ഫണ്ട് പോലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ആനുവൽ ഫണ്ടിൽ നിന്നും ഈവൻ ബജറ്ററി അലോക്കേഷനിൽ നിന്ന് പോലും ചെലവാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് യുക്തിയാണ് നിങ്ങൾ കേന്ദ്രത്തിന് ഉപയോഗിക്കുന്നത്? ആ യുക്തി വെക്കാൻ പറ്റാത്തടത്തോളം കാലം നമ്മുടെ ഇവിടുത്തെ ധനകാര്യ മാനേജ്മെന്റ് മോശമാണ്. അതിന്റെ അർത്ഥം മറ്റു മാനേജ്മെന്റുകൾക്ക് എല്ലാം നല്ലതെന്നല്ല പറയും. പക്ഷെ നമ്മുടെ മോശമാണെന്ന് ആദ്യം സമ്മതിക്കണം. നമ്മുടെ ധനകാര്യ മാനേജ്മെന്റ് തകരാറിലായിരുന്നു, കാലങ്ങളായിട്ട് തകരാറിലായിരുന്നു. കടം മേടിക്കുന്ന ഫിനാൻഷ്യൽ പോളിസിയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നത്. ശമ്പള വർധനവ് ഒരു പരിധിയുമില്ലാതെ എല്ലാ മേഖലകളിലും, സ്വാധീനമുള്ള ഉയർന്ന മേഖലകളിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ, പൊതുമേഖലാ ശമ്പള വർധനവ് കാര്യമായിട്ടുണ്ടായി. ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനകാര്യ സ്ഥിതിയെ തന്നെ ബാധിച്ചു. ഇപ്പോഴും അത് കുറയ്ക്കാനല്ലോ ഈ PSC ചെയർമാന്, അല്ലെ PSCയിലെ അംഗങ്ങൾക്ക് 2 ലക്ഷവും 3 ലക്ഷവും വരെ സാലറി ആക്കിക്കൊണ്ട് ഈ പത്രവാർത്ത അല്ലെങ്കിൽ ഈ വാർത്ത അവരറിയായിട്ട് മുമ്പിൽ ചെന്ന് എങ്ങനെ തർക്കിക്കാൻ പറ്റും, വാദിക്കാൻ പറ്റും? അവഗണനയ്ക്കെതിരായി സമരം ചെയ്താൽ ഫലമുണ്ടോ? ആലോചിച്ചു നോക്കും. അവഗണനയ്ക്കെതിരായി സമരം ചെയ്താൽ ഏത് ഗവൺമെന്റിന് മുമ്പിൽ അവഗണനയ്ക്ക് സമരം? KSRTC ജീവനക്കാർ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകളത്രയായി അവഗണനയ്ക്കെതിരായിട്ട്. അതേ സമയത്ത് മറ്റു പല മേഖലകളിൽ ശമ്പള വർധനവ് കൊടുത്തു. ഇവിടെ രണ്ടാമത് പറയുന്നുണ്ട്, KSRTC ജീവനക്കാർ, അംഗൻവാടി ജീവനക്കാർ സമരത്തിലാണ്. ആ സമയത്ത് അവരെ നിഷേധിച്ചുകൊണ്ട്, അവരുടെ സമരത്തെ അവഗണിച്ചുകൊണ്ട്, ഇപ്പൊ കേരളം പറയുന്നത് തന്നെ അവർ പറയുന്നത് ഞങ്ങളെ അവഗണിക്കുന്നു. കേരളം ഉന്നയിക്കുന്ന അതേ ആരോപണം തന്നെയാണ് ഇവർ അംഗൻവാടിക്കാരനും KSRTC-കാരനും ഉന്നയിക്കുന്നത്. ഞങ്ങളെ അവഗണിക്കുന്നു, സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങളെ അവഗണിക്കുന്നു, ഏറ്റവും ഉള്ളവന് കൊടുക്കുന്നു, PSC മെമ്പർമാർക്ക് കൊടുക്കുന്നു, ഉയർന്ന വക്കീലന്മാർക്ക് കൊടുക്കുന്നു, കോളേജ് കൊടുക്കുന്നു. ഈ കൊടുക്കലാണ് പ്രധാന പ്രശ്നം. ഒരു സ്ഥലത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പൊ സാർ തന്നെ പറയുന്നുണ്ട്, നമുക്ക് തരണോ വേണ്ട എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാത്തിനും മുന്നിലാണ്. അതുകൊണ്ട് നമുക്ക് തരണ്ട എന്ന് അവർക്ക് വെക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ നികുതി പണത്തിന്റെ നല്ലൊരു ഭാഗം അവിടേക്ക് ഒഴുകുകയാണ്. അതിനകത്തുനിന്ന് ചോദിക്കുന്നത് നമുക്ക് അർഹതപ്പെട്ട വീതമല്ലേ, അല്ലാതെ ഇതൊരു ഔദാര്യമല്ലല്ലോ. ആ ഔദാര്യമായി ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഒരു ഔദാര്യമാണ്, ഏത് വിഷക്കാരന് കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. പക്ഷേ
ഇത് നമ്മുടെ അവകാശമാണ്. നമ്മുടെ ചോര വേർപ്പാക്കിയ ആ പണം കേന്ദ്രത്തിലേക്ക് നികുതിയായി പോകുമ്പോൾ അത് അർഹമായ വീതം സംസ്ഥാനത്തിന് കിട്ടണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ എന്താ തെറ്റ്? നമ്മൾ കൊടുക്കുന്ന നികുതിയുടെ വീതം അർഹപ്പെട്ട വീതം നമുക്ക് കിട്ടണം, ഉറപ്പാണ്. പക്ഷെ മറിച്ച് നമ്മൾ ഈ പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ള പ്രശ്നം തന്നെയാണ്. ഇപ്പം ഒറീസക്കാരന് ആ പൈസ തൂത്തടിക്കുകയായിരിക്കും. ഒറീസ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ്. കൽഹന്ദിയായിരുന്നു പട്ടിണി തലസ്ഥാനം, ഒരു ഉഗാണ്ട എന്നാണ് പറയാം. കൽഹന്ദി എന്ന് പറഞ്ഞാൽ ഒറീസയിലെ ഏറ്റവും കൂടുതൽ പട്ടിണി മരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിന് പൈസ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഉത്തർപ്രദേശിൻ്റെ ഭൂരിഭാഗങ്ങളും യോഗി കൂടുതൽ കൊടുക്കുന്നു, ദാരിദ്ര്യത്തിൻ്റെ പേരിൽ ഉത്തർപ്രദേശിന് കൂടുതൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് യോഗിയുടെ പരാജയം. കഴിഞ്ഞ 10 വർഷമായിട്ട് BJP അവിടെ ഭരിക്കുന്നത്. സ്ഥിതിയിൽ നിന്ന് ആ സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. ഇവിടെ കേരളത്തിനുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഫിനാൻസിങ് ഏജൻസി ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റോ ആണെന്ന് പറയാൻ പറ്റില്ല. അതിനേക്കാൾ കൂടുതലായി കേരളത്തിലെ ഭവനങ്ങളിൽ വരുമാനമെത്തുന്നത്, മെയിനായിട്ട് വരുമാനമെത്തുന്നത് വിദേശ മലയാളികളിൽ നിന്ന്, പ്രവാസികളിൽ നിന്ന്. ഇവരെ അങ്ങോട്ട് അയക്കാൻ വേണ്ടി പ്രത്യേകിച്ച് യാതൊരു കാര്യങ്ങളും നമ്മുടെ ഗവൺമെൻറ്, 2 ഗവൺമെൻറ്റുകൾ ചെയ്തിട്ടില്ല. ഇവരുടെ എയർ ടിക്കറ്റിന്റെ പൈസ പോലും ദിവസം കൂട്ടുമ്പോൾ പോലും ചോദ്യം ചെയ്യാൻ ആരുമില്ല, 2 സർക്കാരുമില്ല, ഒരു സർക്കാരുമില്ല. അപ്പോൾ ഇവർ തരുന്ന വരുമാനം ഈ നാട്ടിൽ ചെലവഴിക്കപ്പെടുമ്പോൾ പ്രവാസികളുടെ ഈ സംഭാവന ചെറിയ തോതിലുള്ളതല്ല, പ്രവാസികളുടെ സംഭാവനയാണ് കേരളത്തെ കേരളമാക്കിയത്. അതിലേക്ക് നമ്മൾ എത്തുമ്പം ഇവിടെ ഇടതുപക്ഷത്തിന് പിന്നെയും അവിടെ പ്രശ്നം. ഇതിൻ്റെ മുമ്പിൽ കേരളത്തിന് കിട്ടിയ വിദ്യാഭ്യാസം എന്ന് പറയും. കേരളത്തിൽ കിട്ടിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ പുരോഗതിയുടെ അടിസ്ഥാനം ആര് നിശ്ചയിച്ചാലും ഗണ്യമായ പങ്ക് കത്തോലിക്ക സഭയ്ക്കുണ്ട്. മറിച്ച് പിന്നീട് വന്ന വിദ്യാഭ്യാസ നയങ്ങളിൽ വന്ന മാറ്റങ്ങൾ കാരണം കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം പത്തോസ് ജോർജ് കുളങ്ങര പറഞ്ഞു, കേരളത്തിൽ നിന്നും പ്രത്യേകിച്ച് മലബാറിൽ നിന്നുള്ളവരെ തൊഴിലവസരങ്ങൾക്ക് എടുക്കാൻ തയ്യാറില്ല. അതിൻ്റെ കാരണം എന്താ? മലബാറിൽ നിന്നുള്ളവരെ തൊഴിലിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ കോർപ്പറേറ്റുകൾ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ 2 മുഖമുണ്ട്. ഒന്ന് നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന മുഖം, ആ മുഖമാണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ എത്ര പാചകം അടിച്ചാലും എത്ര പ്രസംഗിച്ചാലും ഇനി നമ്മളെ വ്യവസായം സഹായം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരുടെ അത്യാവശ്യം വരുമ്പോൾ കേരള ഗവൺമെൻറ് കേരളത്തിൽ എന്ത് വികസനമാണ്, പ്ലാൻഡ് വികസനം കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായിരിക്കുന്നത്. പ്ലാൻഡ് വികസനം കേരള ഗവൺമെൻറ് തനതായി റേസ് ചെയ്ത ഫണ്ട് ഉപയോഗിച്ച് ശമ്പള വർധനമായി എന്നുള്ള കാര്യം അല്ലാതെ ഏത് രംഗത്താണ് വികസനം ഉണ്ടായിരിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെട്ടില്ലേ? റോഡുകളുടെ നിലവാരം മെച്ചപ്പെട്ടില്ലേ? ധാരാളം ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നില്ലേ? വിദ്യാഭ്യാസ രംഗത്ത് കൃത്യമായി പുസ്തകങ്ങൾ കുട്ടികൾക്ക് എത്തുന്ന ഏതെങ്കിലും കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുമ്പ്? അതേപോലെ കൃത്യമായി സ്കൂൾ തുറക്കുമ്പോൾ എത്തുക, ഇതൊക്കെ വികസനങ്ങൾ ഇല്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഏത് സർക്കാർ ഭരിച്ചാലും നമുക്ക് ഉന്നയിക്കാൻ കുറച്ചെങ്കിലും കാരണങ്ങൾ കാണും. അങ്ങനെ ഉന്നയിക്കാനുള്ള കുറേ കാരണങ്ങൾ നമ്മൾ എഴുതി വെച്ചാൽ അതിനകത്ത് പിണറായി വിജയന്റെ സർക്കാർ പരാജയമായിരുന്നു എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. കാരണം വികസനങ്ങളുണ്ട്, വികസനങ്ങൾ ഇല്ലെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ കേന്ദ്രത്തിന്റെ അവഗണന കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ സംസ്ഥാനം എവിടെ പോയി നിൽക്കുമായിരുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പറഞ്ഞതിലൊരു വലിയ അടിസ്ഥാനപരമായൊരു വീഴ്ച വിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകൾ ഉണ്ടായി. സ്കൂൾ കെട്ടിടങ്ങൾ മൂടി പിടിപ്പിച്ചു. അധ്യാപകർക്ക് ശമ്പള വർധന ഉണ്ടാവും. വിദ്യാഭ്യാസ രംഗത്ത് മറ്റേത് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലും പൈസ മൂലധന ചെലവ് നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. എൻ്റെ അടുത്ത സ്റ്റേജ് ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസ രംഗത്ത് പണം ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ജീവനക്കാരുടെ ശമ്പളത്തിന് വേണ്ടി എത്ര പേഴ്സൻ്റേജാണ് ചെലവഴിക്കുന്നത്? വിദ്യാഭ്യാസമല്ല ഉദ്ദേശിക്കുന്നത്, ജീവനക്കാരുടെ ശമ്പളത്തിന് വേണ്ടി എത്ര പേഴ്സൻ്റേജ് ചെലവഴിക്കുന്നു? ഇതേ ചെലവ് എന്തുകൊണ്ട്, ഇതേ രീതിയിലുള്ള വർധനവ് കാർഷിക രംഗത്ത് എന്തുകൊണ്ട് ഉണ്ടായില്ല? നെൽകൃഷിയുടെ ഏറ്റവും പേരുകേട്ട സ്ഥലമല്ലായിരുന്നു കേരളം. എന്തേ ഉണ്ടാകാത്തത്? അതോ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചിട്ടാണ്? അതുകൊണ്ടാണ് സജി ചെറിയാൻ പറയേണ്ടി വന്നത്. അങ്ങനെ അദ്ദേഹത്തിന് കുഴപ്പമുണ്ടല്ല, ഇവിടെ ഉണ്ടാകാത്തൊരു കൾച്ചർ കൂടി ഉണ്ടാക്കിയെടുത്തു. അതിന് നമ്മുടെ വിദ്യാഭ്യാസത്തിന് പങ്കുണ്ട്. അഴിമതി വിദ്യാഭ്യാസത്തിന് ഡയറക്റ്റ് ബന്ധപ്പെട്ട് കിടക്കുക. നമ്മളുടെ ഒരു സംസ്കാരം, അഴിമതി ഇല്ലാത്ത ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ
ആ സംസ്കൃതി കോളേജിൽ നിന്നും സ്കൂളുകളിൽ നിന്നും പഠിച്ചു വന്ന കുട്ടികളാണ് ഇന്ന് സർക്കാർ ജീവനക്കാരായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ സർക്കാർ ജീവനക്കാരായിട്ട് ജോലി ചെയ്യുന്നവർ അഴിമതി ചെയ്യുന്നുണ്ടെങ്കിൽ, അഴിമതിക്കാരാണെങ്കിൽ അതിൻ്റെ അർത്ഥം വിദ്യാഭ്യാസം അതിൻ്റെ മൗലിക ലക്ഷ്യത്തിൽ പരാജയപ്പെട്ടു എന്നാണ്. നിങ്ങൾക്ക് എത്ര വലിയ കെട്ടിടം വേണേൽ പണിയും, പക്ഷെ അവിടെ നടക്കുന്ന ഈ പരിപാടി ഓരോ വിഷയങ്ങളും പറയാം. പുരോഗതി എന്ന് പറയുന്നതിനെ നമ്മൾ കുറേ കെട്ടിടങ്ങളിൽ കൂടെ നിതിൻ ഗഡ്കരിയുടെ കുറച്ച് കുറേ റോഡ് വരച്ച് കാണിക്കും. ഒരു വശത്ത് മൗണ്ടിങ് ഫോറിൻ ഡെപ്റ്റ്, വിദേശത്തു നിന്ന് ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ ചെലവിനെക്കുറിച്ച് പറയുകയും, മറുവശത്ത് വൻകിട വിദേശ കാറുകൾക്ക് മൈലേജ് കിട്ടാത്ത കുറഞ്ഞ മൈലേജുള്ള കാറുകൾക്ക് ഓടാൻ വേണ്ടിയുള്ള നിരത്തുകൾ പണിയാനാണ് കാശ് ചിലവാകുന്നത്. ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടും? വാഹനങ്ങളുടെ എണ്ണപ്പെരുപ്പം അനുസരിച്ച് വിദേശ കടം കൂടും. സത്യല്ലേ? ഈ വാഹനപ്പെരുപ്പത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിനുവേണ്ടി നിർമ്മിക്കുന്ന റോഡുകൾ, അതിൻ്റെ ചിലവ് നമ്മുടെ ഇവിടേക്കാണ് വരുന്നത്. എന്നാൽ അടിസ്ഥാനമായി എല്ലാവർക്കും തുല്യമായി കിട്ടത്തക്ക രീതിയിൽ കാർഷിക രംഗത്ത്, ഭക്ഷണം ഉണ്ടാകുന്ന രംഗത്ത്, ആശുപത്രി രംഗത്ത് ഉണ്ടാകുന്നുണ്ടോ? ഇന്ന് പല ആശുപത്രികളിലും മരുന്നില്ല, മരുന്ന് പോലുമില്ല. പറയാൻ പറ്റുമോ? വലിയ കെട്ടിടം വെച്ചുകൊണ്ട് ഇന്ന് മെഡിക്കൽ കോളേജാണ്, 5 സ്റ്റാർ സൗകര്യമുണ്ട്, ഉണ്ടായിരിക്കും, മരുന്നില്ല, നല്ല ഡോക്ടറില്ല, സമയത്തിന് ഡോക്ടർ. ഇതാണ് അവസ്ഥ. ഏറ്റവും വികലമായ രീതിയിൽ ഒരു വികസന കാഴ്ചപ്പാടാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് ആരും അതിൻ്റെ അകത്ത് നല്ലവരെന്ന് പറയാൻ പറ്റില്ല. ആ വികസന കാഴ്ചപ്പാടിനെ ചൂഷണം ചെയ്യുകയാണ് നമ്മുടെ നേതാക്കളുടെ, കേരളത്തിലെ നേതാക്കന്മാരുടെ വികസന കാഴ്ചപ്പാടിൻ്റെ ദൗർബല്യങ്ങളെ സമർത്ഥമായി കേന്ദ്രം ചൂഷണം ചെയ്യുന്നു ഞാൻ പറയും. അതാണ് കേരളത്തിലുള്ള അവഗണന. ആ അവഗണന ചൂണ്ടിക്കാണിക്കാൻ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ നേതാക്കന്മാർക്ക് പറ്റുന്നില്ല. ഇതിന് മുന്നിലുള്ള മന്ത്രിസഭകളായാലും കോൺഗ്രസിൻ്റെ മന്ത്രിസഭ വന്നപ്പോൾ പോലും ഉണ്ടായിരുന്ന വികസനങ്ങളും പിണറായി വിജയൻ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള വികസനങ്ങളും നമ്മളൊരു എണ്ണമിട്ട് നിരത്തുമ്പോൾ ഒരിക്കലും സാറിന് അല്ലെങ്കിൽ വേറൊരു നിരീക്ഷകന് ഇങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഈ മന്ത്രിസഭയ്ക്ക് ഉണ്ടായിട്ടുള്ള കുഴപ്പങ്ങളെന്ന് പറയുമ്പോൾ, ഈ മന്ത്രിസഭയ്ക്ക് ഉണ്ടായിട്ടുള്ള കുഴപ്പങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തോ പിണറായി വിജയൻ്റെ മോളെ പറ്റി പറയുന്നത്, മരുമോനെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ ഈ സ്കൂളുകളിൽ നടക്കുന്ന റാഗിങ്ങിനെ പറ്റി പറയുന്നത്, ഇത്തരം കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനല്ലാതെ വികസനത്തിൽ പരാജയം വന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. റോഡുകളുടെ വികസനം ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ആദ്യപടിയാണ്. ആ ആദ്യപടി ഇപ്പം വെക്കേണ്ടി വന്നത് ഇതിന് മുന്നിൽ വരിച്ച സർക്കാരുകളുടെ പിടിപ്പുകേടാണ്. ആ സർക്കാരുകൾ നേരത്തെ ആ റോഡുകൾ കൃത്യമായി അന്താരാഷ്ട്ര നിലവാരത്തിൽ പണിയാൻ തയ്യാറായിരുന്നെങ്കിൽ അന്നൊക്കെ പണം ഒഴുക്കിയത് മുഴുവൻ വെള്ളത്തിൽ പോയി. അതൊക്കെ നല്ല നിലവാരത്തിൽ പണിഞ്ഞ് അന്നേ ഇവിടുത്തെ ആ ഒരു കാലാവസ്ഥ, വ്യവസായങ്ങൾ എത്താനും ടൂറിസ്റ്റുകൾ എത്താനുമുള്ള ഒരു കാലാവസ്ഥ അന്നേ അവർ ഉണ്ടാക്കി വെച്ചില്ല. ഇപ്പോൾ അവർക്ക് തുടങ്ങേണ്ടി വന്നു. ഒരു 10 വർഷം എടുത്തു കാണും, പക്ഷേ ഇപ്പോൾ അവർക്ക് തുടങ്ങേണ്ടി വന്നു. ധാരാളം നല്ല റോഡുകൾ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ വന്നു. ഇപ്പോൾ NH വന്നപ്പോൾ അവർ ചെയ്തതാണ് എന്ന് അവർക്ക് അവകാശപ്പെടാൻ കഴിയത്തില്ല. എങ്കിലും NHന് വേണ്ടുന്ന സ്ഥലം എടുത്തു കൊടുക്കുന്ന കാര്യത്തിലും ഒക്കെ അവർ മുൻപന്തി വന്നു. കാരണം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ കേന്ദ്രം ഈ സംസ്ഥാനത്തോട് സ്ഥലം എടുക്കുന്നതിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ സ്ഥലത്തിന് വിലയിട്ട് കൊടുക്കാൻ പറഞ്ഞു. സ്ഥലത്തിന് വിലയിട്ട് കൊടുത്തപ്പോൾ യഥാർത്ഥമായ വിലയാണ് ഇട്ട് കൊടുത്തത്. നേരെ പിണറായി സർക്കാർ വന്നപ്പോൾ പിണറായി വിജയൻ അവരോട് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു, എത്ര പെർസെൻറ്റേജ് ആണ് വരാമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞു അതനുസരിച്ച് വില കെട്ടി കൊടുത്തോളൂ. സ്ഥലത്തിൻ്റെ വില കയറ്റി കൊടുത്തു, നമുക്ക് കിട്ടേണ്ട പെർസെൻറ്റേജ് കിട്ടി. അത് ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ നേരിടാൻ മുൻകാല സർക്കാരുകൾക്ക് കഴിഞ്ഞില്ല. ഇപ്പോഴത്തെ സർക്കാരുകൾ കഴിയുന്നുണ്ട്. ഇവർ ഇത് ഈ സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണന ചോദ്യം ചെയ്യുന്നത് അവർക്ക് സാമ്പത്തികമായി നാളെ രാവിലെ അവർ മന്ത്രിസഭ കൂടി തീരുമാനിച്ചിവിടെ എത്തും എന്നൊന്നും എനിക്ക് വിചാരമില്ല. പക്ഷേ അവർക്ക് രാഷ്ട്രീയമായിട്ടെങ്കിലും ഇതിനെ അവർക്ക് ജനങ്ങളുടെ മുന്നിൽ കേന്ദ്രത്തിൻ്റെ അവഗണന ചൂണ്ടിക്കാണിക്കാനും നാളെ അവർക്ക് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനും കഴിയും. അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇല്ല എന്ന് പറയും, തരണം ഇല്ല എന്ന് പറയുമ്പോൾ ഒരു വശത്ത് ഇത് ആ ഇല്ലായ്മ പ്രകടിപ്പിക്കുന്നില്ല. ഏറ്റവും പാവപ്പൊടിച്ചവൻ്റെ കാര്യം വരുമ്പോൾ മാത്രം ഇല്ലായ്മ, ബാക്കി സ്ഥലങ്ങളിൽ ഇല്ലായ്മ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. റോഡിൻ്റെ കാര്യം വരുമ്പോൾ അതിനൊക്കെ എത്രയോ അത്യാവശ്യമാണ്. ആരോഗ്യമേഖലയിൽ എന്താ സംഭവിച്ചത് ആലോചിച്ചോക്ക്. എല്ലാ ഹോസ്പിറ്റലുകളും, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ് എന്താ സംഭവിക്കുന്നത്? കുട്ടികളെ പറഞ്ഞ് മറ്റ് പുറത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ്. ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടായി ആരുടെ നേട്ടം? പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉണ്ടായി ആരുടെ നേട്ടം? ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടമാണോ? ഇത്രയും പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇവിടെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം പൊതുമേഖലയിലുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജുകളും നമ്മുടെ താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും അവരുടെ പ്രകടനം മോശമായി എന്ന് സമ്മതിക്കണം. അത് സമ്മതിക്കുമോ? കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിങ്ങൾ തൃപ്പൂണിത്തറ സർക്കാർ ആശുപത്രി ഉണ്ട്, താലൂക്ക് ആശുപത്രി. സ്വരാജ് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന സ്വരാജിൻ്റെ നിയോജക മണ്ഡലമായിരുന്നു. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്,
വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ധർമാശുപത്രി എന്നുള്ള ബോർഡാണ് വെച്ചിരിക്കുന്നത്. ആ സ്റ്റേജിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾക്ക് അവിടം തൊട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ ഡയാലിസിസിന് സഹായം വേണം, കിഡ്നി മാറ്റിവെക്കാൻ സഹായം വേണം. ഇതിനെല്ലാം സഹായം അഭ്യർത്ഥിച്ചുള്ള നൂറുകണക്കിന് ബോർഡ് നമുക്ക് കാണാം. അതിൻ്റെ അർത്ഥം എന്താ? ആരോഗ്യരംഗം ദയനീയമായി പരാജയപ്പെട്ടില്ലേ? ഇനി വിദ്യാഭ്യാസ രംഗത്തിൻ്റെ കാര്യം പറയാം. ഈ നമ്മുടെ കേരളത്തിൽ നിന്നൊരു കൊള്ളാവുന്ന ശാസ്ത്രജ്ഞൻ്റെ പേര് പറയാം, ഒറ്റയാളുടെ പേര്, പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്, ജീവിത ചെലവ് കുറയ്ക്കാൻ സഹായിച്ച ആരെങ്കിലും പറയാൻ പറ്റുമോ? കൃഷിയുടെ കാര്യം. ഈ തകർച്ച കാണാതെ നമ്മുടെ പുരോഗതിയെ പറ്റി പറയാൻ പറ്റില്ല. എല്ലാവർക്കും പറയാം, ഗഡ്കരിക്കും മോഡിക്കും എന്തിന് കരുണാകരനും ഉമ്മൻചാണ്ടിക്കൊക്കെ പറയാം. പിന്നെ രണ്ടാമത് കേരളത്തിൽ ഈ പെട്ടെന്ന് 10 വർഷം കൊണ്ട് പിണറായി വിജയൻ്റെ പൊട്ടി വളർച്ചയല്ല, ലിബറലൈസേഷൻ്റെ ഭാഗമായി സാമ്പത്തിക രംഗത്തെ വളർച്ചയുടെ തോത് ലോകത്തെ എല്ലാ രാജ്യത്തും കൂടി. അതുകൊണ്ടാണ് നമുക്ക് ലോകത്തുനിന്ന് കടം മേടിക്കാൻ പറ്റുന്നത്. മറ്റ് പല രാജ്യങ്ങളിലും നമുക്ക് ഇത്രയും കൂടുതൽ കടം തരാൻ മാത്രമുള്ള കപ്പാസിറ്റി ഉണ്ടായി. നമ്മൾ അവരോട് കടം മേടിക്കേണ്ട സ്ഥിതിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതെന്താ മറക്കാത്ത? നമുക്ക് കടം തരാൻ ആരാളുള്ള? ഏത് രാജ്യം കടം തരുന്നത്? അമേരിക്ക തന്നിട്ടില്ലുണ്ടോ? അങ്ങനെയുള്ളവരൊന്നും തന്നിട്ടില്ല. ചെറിയ ചെറിയ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കടം മേടിക്കുന്നത് എങ്ങനെ സാധിച്ചു? ഒരു കാഴ്ചപ്പാടും വികസന രംഗത്ത് ഇവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇത്രയും അച്ചടക്കമുള്ളൊരു മിഷനറി താൻ പറഞ്ഞാൽ എന്തും കേൾക്കുന്ന ഉദ്യോഗസ്ഥർ ഉണ്ടായിട്ടുള്ള സ്ഥിതിയാണിത്. ഇത് പിണറായി വിജയനല്ല കുറ്റം പറയുന്നത്, ഇത് നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. അവരെ നിലനിർത്തുന്നതിൽ പിണറായി വിജയൻ പരാജയപ്പെട്ടു. കാരണം അവർ പിണറായി വിജയൻ്റെ ശക്തിയും ദൗർബല്യവും ഒരേ സമയം മാറി. ഏത് ശമ്പള വർധന വന്നാലും അവർക്ക് തടസ്സമില്ലല്ലോ. ഇന്നലെ ഞാൻ സംസാരിച്ചു, സമരമെങ്കിലും ഉണ്ടോ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ? എന്താ ഇല്ലാത്ത? അംഗൻവാടിക്കാർ മഞ്ഞും വെയിലും കൊണ്ട് സമരം ചെയ്യുമ്പം ഒരു കോളേജ് അധ്യാപകനോ ഒരു ഡോക്ടറോ സർക്കാർ ലീഡർമാരോ ആരെങ്കിലും സമരം ചെയ്ത് പറയുന്നുണ്ട് 1-2 ദിവസത്തിൽ കൂടുതൽ? ട്രാൻസ്പോർട്ട് ജീവനക്കാരൻ കാണും. ബാക്കി എല്ലാവർക്കും വേണ്ടി വീതിക്കുകയാണ്. ആ വീതം വയ്ക്കാനുള്ള പൈസയാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ബേസിക്ക് 3 ലക്ഷം കൊടുക്കാൻ തീരുമാനിച്ചെങ്കിൽ കേന്ദ്ര വിഹിതം കൂടെ കിട്ടി കുറേക്കൂടെ ആർഭാടം കാണിക്കാൻ കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ വയനാട് നന്നാക്കാനായിട്ട് കൺസൾട്ടൻസി എന്ന് പറഞ്ഞ കുറേ പുതിയ ഏർപ്പാടാണ്. കാശ് കൊടുക്കാൻ ഊരാണെങ്കിൽ സൊസൈറ്റിക്ക് കൊടുക്കും. ഈ കാശൊക്കെ ഇങ്ങോട്ട് പോകും. പിണറായി വിജയൻ സ്വാഭാവിക ഒരുത്തിനെ ജയിലിൽ പിടിച്ച് കിടത്തിയാൽ 15 വർഷം 20 വർഷം കഴിയുമ്പോൾ അവന് മീശയും വരും, കുറേ കൂടെ കട്ടി മീശയാകും, ശബ്ദത്തിന് വ്യത്യാസം വരും. ഇതെല്ലാം ജയിൽ വാർഡൻ്റെ കഴിവാണോ? സ്വാഭാവികമായിട്ട് ഇന്നത്തെ ലോക പരിസ്ഥിതിയിൽ ആഗോളക്രമത്തിലുണ്ടായ സ്വാഭാവികമായ മാറ്റം. ഇവിടുന്ന് പോയി വിദേശത്ത് പോയി ജോലി ചെയ്തവർ അവർ കണ്ടെത്തിയ ജീവിതമാർഗം, ജീവിത സൗകര്യങ്ങൾ. കാരണം ശരിയായിട്ടും നമ്മുടെ കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തോടുള്ള അവഗണന അതാണ് നമ്മുടെ വിഷയം. കാരണം നേരത്തെ തന്നെ ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും നേരത്തെ തന്നെ ഒക്ടോബറിൽ തന്നെ പണം കൊടുത്തിരുന്നു. 1036 കോടി ആന്ധ്രാപ്രദേശ് നേരത്തെ കൊടുത്തിരുന്നു, തെലങ്കാനയ്ക്ക് 436 കോടി നേരത്തെ കൊടുത്തിരുന്നു. സംസ്ഥാനത്ത് നമ്മൾ അടുപ്പിച്ച് നേരിട്ട ദുരന്തങ്ങളുണ്ട്. ആ ദുരന്തങ്ങളുടെ കെടുതിയിൽ നിന്ന് നമ്മൾ സ്വയം ഉയർത്തെഴുന്നേറ്റതാണ്. കേന്ദ്ര ഗവൺമെൻറ് തരാമെന്ന് പറഞ്ഞ ഫണ്ടുകൾക്ക് പിന്നെ കൈമലർത്തി കാണിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ല. ഇവിടുത്തെ സംസ്ഥാനത്തേക്ക് വിദേശ പണം വരുന്നു, ഇവിടെ വേറൊന്നിനും കുറവില്ല എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ തെറ്റാണോ? വെച്ച് മാർക്കിട്ട് അതൊരു മൈനസ് മാർക്കിട്ട് നമുക്ക് കേന്ദ്രം ഫണ്ട് തരാതിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ്. നമ്മളത് ഫണ്ടിനെ കേരളത്തിൽ കിട്ടേണ്ട ഫണ്ടിനെ കേന്ദ്രം തടയുന്നു എന്നുള്ള അർത്ഥത്തിൽ പൂർണ്ണമായിട്ടും കേരളത്തെ അവഗണിക്കുന്നൊരു സമീപനമാണ് കേന്ദ്രം എടുത്തിരിക്കുന്നത്. അതാർക്കും തർക്കമില്ല, എല്ലാവരും അതിനോട് യോജിക്കുന്നു. പക്ഷെ ആ പരിതസ്ഥിതി നമ്മളെങ്ങനെ നേരിടും? അതാണ് പ്രശ്നം. ഇടയ്ക്ക് തോമസ് ഐസക്കിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ട പ്രസ്താവനയാണ്. നിങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം ചെയ്യാൻ അറിയാം. ഇവിടെ കേരളത്തിന് ബാർഗെയിൻ ചെയ്യാൻ പോകുമ്പോൾ ഇതിനു മുമ്പ് വിരിച്ച കാശോടെ കിടക്കണം. ഇത്ര നാൾ 500 കോടി എവിടെയായിരുന്നു? ഇതിനു മുമ്പ് കിട്ടിയില്ലേ? പിന്നെ ഇവിടെ പല സന്നദ്ധ സംഘടനകളും കെട്ടിടം പണിത് കൊടുക്കാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൂടെ മാത്രം പൈസ തന്നതിനാ പറഞ്ഞ്. അവിടെയാണ് ആദ്യത്തെ സംശയം. ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്ന 10 പൈസയാണെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ കൂടി വരാവുള്ളൂ എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് സംശയം വന്നു. ഇന്നൊരു യോജിച്ച സമരം നടത്താൻ പറ്റുന്നുണ്ടോ? എന്ത് നടത്താൻ പറ്റാതെ? ഇപ്പം UGCയുടെ കാര്യത്തിൽ, നിലപാടുകളുടെ കാര്യത്തിൽ യോജിച്ച സമരത്തിന് പറ്റുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ പറ്റുന്നില്ല. എന്തേ? നമുക്ക് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ പല സംസ്ഥാനങ്ങളും ഇതിനു മുന്നിൽ ഭരിച്ച സംസ്ഥാനങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് ആണ് കേന്ദ്രം ഭരിക്കുന്നതെങ്കിൽ ഇവിടെ CPM ആണ് ഭരിക്കുന്നത്. അന്നും അവഗണന നേരിട്ടു, അന്നും നമ്മൾ സമരങ്ങൾ നടത്തി. അങ്ങനെ ഇത് എന്നും ഈ അവഗണനകൾ
നമുക്ക് നിത്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ എപ്പോഴും അവർ കാരണമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൊത്തം നമ്മുടെ വളർച്ചയാണ്, നമ്മുടെ സാമ്പത്തികമായി വളരെ മുന്നിൽ തന്നെയാണ്, പിന്നെന്തിനാണ് ഇവർക്ക് കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് അർഹതപ്പെട്ട വീതമാണ്. ആ അർഹതപ്പെട്ട വീതം BJPക്ക് വോട്ട് ചെയ്ത ഒരു BJPക്കാരനും ഇതിന് അർഹതയുള്ളതാണ്. അവർക്ക് മാത്രമായിട്ട് ഇവരൊന്നും കൊടുക്കുന്നില്ലല്ലോ. കേരളത്തിലേക്ക് വരുന്ന പണം എത്തുമ്പോൾ അത്രയും നികുതി ഭാരം നമുക്ക് കുറയുകയും അത്രയും ഡെവലപ്മെൻറ്റ്സ് ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ അനുഭവിക്കുന്നത് കേരളത്തിൽ ഇപ്പം BJPയുടെ വോട്ടുകൾ കുറവൊന്നുമല്ല. അവർ ധാരാളം വോട്ടുകൾ അവർക്ക് ഉണ്ട്. നല്ലൊരു ശതമാനം വോട്ടുകൾ അവരുടേതാണ്. അപ്പോൾ ആ ജനങ്ങളോട് ഇവർക്ക് നീതി പുലർത്തേണ്ടതല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഈ കാണിക്കുന്ന അവഗണന, ഒഡീഷ, ത്രിപുര, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, നാഗാലാൻഡ്, ഇത്രയും സംസ്ഥാനങ്ങളിൽ തെലുങ്കാന മാത്രമാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. ബാക്കി 4 സംസ്ഥാനങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അല്ല ഇപ്പം വേറെ കുറേ ഇപ്പം 2-3 സംസ്ഥാനങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ ഇതിപ്പം വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഈ സമരം അനിവാര്യമായ സമരമാണ്. കേന്ദ്ര സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ ഇടയാവണം എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ളത്. ഈ സമരത്തിന് വേണ്ടി ജനങ്ങളെ എല്ലാം രംഗത്തേക്ക് ഇറക്കുമ്പോൾ അത് BJPക്ക് തന്നെ പരാജയമാകും. BJPയുടെ അണികൾക്ക്, BJPയുടെ കേരളത്തിലെ നേതാക്കന്മാർക്ക് ഈ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഇനി അടുത്തൊരു ചർച്ചയുമായിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. നമസ്കാരം.